ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സിമ്പിൾ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ ചീരയും മാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു കറി. അപ്പോൾ അതുണ്ടാക്കണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീരയുടെ കുറച്ച് തണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ തണ്ട് ഇങ്ങനെ നീളത്തിൽ കീറിയിട്ടും ബാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചീരയുടെ ഇല ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ ചീരയുടെ തണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇത് നമുക്ക് തൊണ്ടൊക്കെ ചെത്തിയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട്. ഇത് മുഴുവനായിട്ട് ഇടണമെന്നില്ല, നമ്മുടെ പുളി അനുസരിച്ച് ഇട്ടാൽ മതി. അപ്പം ചീരയുടെ ഇതൊക്കെ വെന്താന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളിട്ടിരുന്ന മാങ്ങയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഈ ചീര കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി മൂടി വയ്ക്കണമെന്നില്ല, അത് അവിടെ കിടന്നൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ എടുത്തൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചീരയിലയും മാങ്ങയും ചീരത്തണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇത്തിരി ഉപ്പ് പോരാ, ഞാനൊരിത്തിരി ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ടേ. ഇതിനൊന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി ഒന്ന് നമുക്ക് കടുക് വറുത്തിടണം. അപ്പം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമുക്ക് കടുക്, പിന്നെ വറ്റൽമുളക്, വേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉള്ളി കൂടി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് നന്നായിട്ട് വറുത്ത് ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് മൂടി വയ്ക്കണം, നല്ലതാണ്. നമുക്ക് കുറച്ച് നേരം ഇതിനൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചീര മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എളുപ്പം വയ്ക്കാം. നമുക്ക് ചീര അരിയണ ഒരു താമസമുണ്ട്, എങ്കിലും നമുക്ക് പെട്ടെന്ന് വെച്ചെടുക്കാവുന്ന ഒരു കറിയാണ്. ഒത്തിരി ഗുണങ്ങളും ഉള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ.